How will it affect my IELTS score if I take a long pause in IELTS speaking? നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. IELTSൻ്റെ സ്പീക്കിംഗ് ടൈമിൽ ലോങ് പോസ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്പീക്കിങ്ങിനെ എങ്ങനെ ബാധിക്കുമെന്ന്. ഡു യു ഹാവ് ദ സെയിം ക്വസ്റ്റ്യൻ? ബീയിങ് എ മലയാളി, തിങ്ക് ഓഫ് യുവർ സെൽഫ്. നമ്മളിപ്പോൾ മലയാളികളാണല്ലേ, നമ്മൾ സംസാരിക്കുമ്പോൾ പോസസ് വരില്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രസംഗം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരു വ്യക്തികളോട് സംസാരിക്കുന്ന ഒരു ടൈമിലായാലും നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മൾ ആരാണെങ്കിലും പോസസ് വരുത്താറുണ്ട്. ബട്ട് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് വാട്ട് കൈൻഡ് ഓഫ് പോസസ് ഡു യു മേക്ക്? നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് പോസാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്നതിലാണ് കാര്യം. സോ നൗ ഐ വിൽ സ്പീക്ക് അബൌട്ട് 2 types of poses that people usually make. ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാറുള്ള 2 types of poses എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പോസ് എന്ന് പറയുന്നത് ദ പോസ് ദറ്റ് യു മേക്ക് വെൻ യു ആർ സെർച്ചിങ് ഫോർ ലാംഗ്വേജ്. നിങ്ങൾ ഭാഷ തിരഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന പോസ്. ലൈക്ക് നിങ്ങൾ ആപ്റ്റ് ആയിട്ടുള്ള വൊക്കാബുലറി ഏതാണ്, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊക്കെ മൈൻഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു തിങ്കിങ് പ്രോസസ്സ് നടക്കുമ്പോൾ നിങ്ങൾ പോസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അതാണ് വൺ ടൈപ്പ് ഓഫ് പോസ്. And the second pose comes when you are searching for the better ways to explain your idea. Here, you are posing for the content. Your examiner will be checking for what kind of pose you are making. Examiner എന്താണ് നോക്കുന്നത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 2 types of പോസിൽ ഏതാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇതിൽ ഏത് വന്നാലായിരിക്കും നമുക്ക് മാർക്സ് കുറയുന്നത്? നമ്മുടെ ഐഡിയാസ് ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ള പോസാണോ പ്രശ്നം, അതോ ഗ്രാമാറ്റിക്കലി ഞാൻ പറഞ്ഞത് ശരിയാണോ, എൻ്റെ വൊക്കാബുലറി കറക്റ്റ് ആണോ എന്നൊക്കെ ചിന്തിക്കുന്നതാണോ പ്രശ്നം? ടൈപ്പ് 1 പോസ് വരുമ്പോഴായിരിക്കും നമുക്ക് മാർക്സ് കുറയുന്നത്. ടൈപ്പ് 2 പോസ് ഇസ് വെരി നാച്ചുറൽ. IELTS ടെസ്റ്റ് ഇസ് ടു ചെക്ക് യുവർ പ്രൊഫിഷ്യൻസി ഇൻ ലാംഗ്വേജ്. ലാംഗ്വേജിൽ നിങ്ങൾ എത്രമാത്രം പ്രൊഫിഷ്യൻ്റ് ആണെന്നാണ് IELTS സ്പീക്കിംഗ് ടെസ്റ്റിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോസസ് ഉണ്ടാക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുമ്പോൾ വളരെ നാച്ചുറലായിട്ട് നമുക്ക് പോസസ് വരും. പക്ഷെ നമ്മൾ വൊക്കാബുലറി ചിന്തിച്ചു പോവുകയോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സ്, ഗ്രാമർ എൻ്റെ കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന പോസസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ലെന്നാണ് ലിസണർക്ക് തോന്നുന്നത്. സോ യു ഹാവ് ടു ചേഞ്ച് ദാറ്റ്. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? സ്റ്റാർട്ട് കമൻറ്റിങ് ഇറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഫ്രം Tiju's Academy. ഉറപ്പാണ് വിജയം.